Hello everyone, welcome back to a new video. I hope you are all doing well. Today we are going to analyze the poem My Grandmother's House by Kamala Das, which comes under the elective course Indian Writing in English in PGS3. So first talking about Kamala Das, she is also known as Kamala Surayya and Madhavi Kutti and was the daughter of the famous Malayalam poetess Balamani Amma. She was born in Punayurkulam, Thrissur, and spent her childhood both in Calcutta, where her father was employed, and her ancestral home, Nalapatta, in Kerala. She showed a keen interest in poetry at a tender age under the influence of her uncle, Nalapatta Narayana Menon, a prominent Malayalam poet. At the age of 15, Kamala Das was married to Madhava Das, who encouraged her to write both in English and Malayalam. She travelled extensively to read her poems and held many prominent positions, including Vice Chairperson of Kerala Sahitya Academy, President of the Kerala Children's Film Society, and Poetry Editor of the Illustrated Weekly of India. As a bilingual writer, Kamala Das is noted chiefly for her short stories in Malayalam and for her much acclaimed Indian English poetry. Her anthologies of poem in English include Summer in Calcutta, published in 1965, The Descendants, published in 1967, and The Old Playhouse and Other Poems, published in 1973. Her autobiography, My Story, which was published in 1976, invited much controversy. Apart from short stories, she penned a few novels both in English and Malayalam. Kamala Das has to her credit several prestigious awards including the Asian Poetry Prize, Edutachan Award, Sahitya Academy Award and Vayalar Award. And the poem My Grandmother's House was published, like I said before, in 1965 in the collection Summer in Calcutta. And the tone that we see here is nostalgic, and the poetess is remembering her grandmother's house in Malabar. ഇപ്പോൾ പോയം അനലൈസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ പേരിൽ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഇതൊരു വളരെ കൺഫെഷണലായിട്ട് ഓട്ടോബയോഗ്രാഫിക്കലായിട്ടുള്ളൊരു ഓർമ്മ ആണ്. ഗ്രാൻഡ് മദറിൻ്റെ വീടിനെ കുറിച്ചും അവിടുന്ന് കിട്ടിയ ഒരു സ്നേഹത്തെക്കുറിച്ചുമൊക്കെയാണ് പോയറ്റസ് ഇവിടെ സംസാരിക്കുന്നത്. പോയം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരു ഡിസ്ക്രിപ്ഷനാണ് ഒരു വീടിൻ്റെ. ആ വീടിപ്പോൾ പറയുന്നത് ഇപ്പോൾ ഫാർ അവേ ആണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ കമലാ ദാസ് കല്യാണശേഷം കൽക്കട്ടയിലേക്ക് സെറ്റിലായി എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ആ ഒരു വീട് എന്ന് പറയുന്നത് എവിടെ നിന്നാണോ അത്രയും സ്നേഹവും സന്തോഷവും എല്ലാം കിട്ടിയിരുന്നത് ആ ഒരു വീടും ആ ഒരു വ്യക്തിയും ഇപ്പോൾ അടുത്തില്ല, വളരെ വളരെ ദൂരെയാണെന്ന് പറയുന്നു. ഒരു പക്ഷെ ഫിസിക്കൽ ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മരിച്ചു പോയതിൻ്റെ ആ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസും കൂടിയാകാം. അതാണ് അടുത്ത ലൈനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വി നോ ദിസ് ഗ്രാൻഡ് മദർ ഹാസ് ഡൈഡ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു പോയറ്റസിൽ മാത്രമല്ല, ആ ഒരു വീട്ടിലും ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടെന്ന് പറയുന്നു. കാരണം ആ ഒരു മരണശേഷം ആ ഒരു വീട്ടിലും ഒരു മൂകത, ഒരു നിശബ്ദത നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നു. ആൻഡ് ദ നെക്സ്റ്റ് ലൈൻ, സ്നേക്സ് മൂവ്ഡ് എമംഗ് ബുക്സ്. ഇതിലെ സ്നേക്സ് എന്ന് പറയുന്നത് എന്താണ്, രണ്ട് ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒന്ന്, ദ സ്നേക്സ് കുഡ് ബി റെഫറിങ് ടു ദ സിൽവർ ഫിഷ്. അതായത് പഴയ പുസ്തകങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ഉപയോഗിക്കാത്ത പുസ്തകങ്ങളാണെങ്കിൽ നമ്മൾ തുറന്നു നോക്കുമ്പോൾ അങ്ങനെ ഒരു പുസ്തക പുഴു എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ജീവിയുണ്ട്. അതിനെ സിൽവർ ഫിഷ് എന്നാണ് പറയുന്നത്. ഒരു പക്ഷെ ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ആയിരിക്കാം ഇവിടെ പറയുന്നത്. കാരണം അമ്മൂമ്മയുടെ കൂടെ അവിടെ വളർന്നു വന്നിരുന്ന സമയത്ത് കമലാ ദാസ് വളരെ യങ് ആയിരുന്നു, വളരെ കൊച്ചുകുട്ടിയായിരുന്നു. ഒരു പക്ഷെ ആ സമയത്ത് ആ ഒരു ബുക്ക് ഷെൽഫിലുള്ള പുസ്തകങ്ങളൊന്നും വായിക്കാൻ പറ്റാത്ത അത്രയും പ്രായമായിട്ടില്ലായിരുന്നു. ഒരു പക്ഷെ അതുകൊണ്ടാകാം ഇപ്പോൾ മരണശേഷവും ആ ഒരു പുസ്തകം ആരും തൊടുന്നില്ല, അതവിടെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ അവിടെ നിറച്ചും ആരും തൊടാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് പുസ്തക പുഴുക്കളാണ് കൂടുതലും ഉള്ളത്. അതായിരിക്കാം സ്നേക്ക് എമൻ ബുക്സ് എന്നുള്ളതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ. ഓർ ഷീ കുഡ് ബി talking about how horrible and repulsive snake-like behavior those books had. ഇപ്പോൾ ഒരുപക്ഷെ ആ ഒരു പുസ്തകങ്ങൾ തന്നെ
വായിക്കാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് വായിക്കാൻ മനസ്സിലാകാത്ത ബുക്കുകളാണെങ്കിൽ നമ്മുടെ ഒരു മനസ്സിലാക്കാൻ പറ്റുന്നതിനും അപ്പുറത്തായിട്ടുള്ള കുറച്ച് ഭാഷയാണെങ്കിൽ നമ്മൾ എന്തായാലും അതിനെ നമുക്കൊരു അത് വായിക്കാനുള്ളൊരു താല്പര്യം കാണത്തില്ല, അല്ലെങ്കിൽ നമ്മളുടെ ഒരു മനസ്സിൽ അത് തൊടേ വേണ്ട അല്ലെങ്കിൽ വായിക്കേ വേണ്ട എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. ഒരുപക്ഷെ അങ്ങനെയാണ് പോയറ്റസിനും ഒരു കുട്ടിയായിരുന്ന സമയത്ത് അത്രയും വലിയ കട്ടി അക്ഷരങ്ങളൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഭാഷയാകുമ്പോൾ ഇറ്റ് കുഡ് ബി ലൈക്ക് horrible and repulsive like snakes to her. That is the next reference. And now she is saying my blood turned cold like the moon. അതാണ് ഈ ഒരു വ്യക്തിയുടെ മരണത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ഒരു സ്നേഹവും സന്തോഷവും എല്ലാം കെട്ടടങ്ങിയപ്പോൾ, ആ ഒരു വീടും അതിലെ പുസ്തകങ്ങളും എല്ലാം വളരെ മൂകമായപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പോയറ്റസിനും ഫീൽ ചെയ്യുന്നുണ്ട്. ഹർ ബ്ലഡ് ഹാസ് ടേൺഡ് കോൾഡ് ലൈക്ക് ദ മൂൺ, ബീയിങ് ഷോയിങ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രീഫ്. അത്രയും ആ ഒരു മരണം ആ ഒരു പോയറ്റസിനെ അത്രയും ബാധിച്ചിട്ടുണ്ട്. ആ ഒരു ഇൻറ്റൻസിറ്റിയാണ് ആ ഒരു ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കൂടുതൽ ഡിസ്ക്രിപ്ഷൻ അടുത്തുള്ള ലൈൻസ് നമുക്ക് കാണാൻ പറ്റും. About how she wants to go back and she wants to look through the windows and feel the frozen air. ഈ ബ്ലൈൻഡ് ഐസ് ഓഫ് ദി വിൻഡോ, അതുപോലെ ഫ്രോസൺ എയർ, ഇതെല്ലാം കാണിക്കുന്നത് ആ ഒരു വീട്ടിൽ ഇപ്പോൾ തളം കെട്ടി നിൽക്കുന്ന ആ ഒരു മരണവും ആ ഒരു മൂകതയും, അതുപോലെ തന്നെ പോയറ്റസിന് എത്രമാത്രം തിരിച്ച് ആ ഒരു ഓർമ്മകളിലേക്ക് പോകണം അല്ലെങ്കിൽ തിരിച്ച് വരണം എന്നുള്ളൊരു ഡെസ്പറേഷൻ, ഇതൊക്കെയാണ് ആ ഒരു ഫ്രേസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് പിന്നിലെ ഐഡിയാസ് ഇതൊക്കെയാണ്. അത് മാത്രമല്ല ആ ഒരു വീടിൻ്റെ അവസ്ഥയും ഇപ്പോൾ അങ്ങനെയാണ്. കാരണം ഏതൊരു വീട്ടിൽ നിന്നാണോ അത്രയും ഒരു സന്തോഷവും സ്നേഹവും സംതൃപ്തിയും വളരെ വളരെ നല്ല ഓർമ്മകൾ തളം കെട്ടി നിന്നിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ആരും ആ ഒരു വീട്ടിൽ നോക്കാനില്ല. ആ ഒരു അമ്മൂമ്മയുടെ മരണത്തോടു കൂടി ആ ഒരു വീട് ഒരു നാശത്തിലേക്ക് പോവുകയാണ്. ഇറ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് നെഗ്ലക്റ്റ് ആൻഡ് ഡിസേർഷൻ. അതും ഈ ഒരു ലൈൻസിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ വരുന്ന വേറൊരു സിമിലി അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ആണ് ഹൗ ഷീ ഈസ് കമ്പയറിങ് ഹെർസെൽഫ് ടു എ ബ്രൂഡിങ് ഡോഗ്. ആ ഒരു ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു മൂകതയായാലും ഈ ഒരു ഇരുട്ടാണെങ്കിലും പോയറ്റസിന് അത് മതി. കാരണം ഇപ്പോൾ കൽക്കട്ടയിലുള്ള ജീവിതം പോയറ്റസിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഈ ഒരു പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു വരണം. ഈ ഒരു ഇരുട്ടാണെങ്കിലും അതിനെ സ്വീകരിക്കാൻ ഒരു മനസ്സുണ്ട് പോയറ്റസിന്. അത്രയും ഉള്ളൊരു ലോങ്ങിങ്, ഡെസ്പറേഷൻ, അതാണ് ആ ഒരു ബ്രൂഡിങ് ഡോഗ് അതൊക്കെ ആ ഒരു ഫ്രേസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഷോസ് ദി ഫ്യൂട്ടിലിറ്റി ഓഫ് ലവ്ലെസ് ആൻഡ് ഹോപ്പ്ലെസ് മാരേജ്. കാരണം തിരിച്ചു വരണമെന്ന് അത്രയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോഴത്തെ ആ ഒരു ജീവിതത്തിൽ ഒട്ടും സംതൃപ്തയല്ല പോയറ്റസ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ലവ്ലെസ് അല്ലെങ്കിൽ ഹോപ്പ്ലെസ് ആയിട്ടുള്ളൊരു മാരേജിൻ്റെ ഐഡിയ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് അടുത്ത ലൈൻസിലും പറയുന്നത്. ദാറ്റ് ഷീ ഈസ് referring to her own husband as a darling and saying that she had such a house where she was proud and loved. But now, obviously, she is trapped in a marriage from where she is not getting any love or hope, and now she is forced to seek love in extramarital relationship. അതായത് ഒരു കാലത്ത് ഇങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് ഇത്രയും സ്നേഹവും ഇത്രയും അഭിമാനവും ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് വിവാഹശേഷം അത് നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ഒരു അമ്മൂമ്മയുടെ മരണത്തിന് ശേഷവും ഉണ്ടായിരുന്ന ആ ഒരു കംഫർട്ട് നഷ്ടപ്പെടുന്നു. ഇപ്പോൾ ഉള്ള ജീവിതത്തിൽ ഒട്ടും തന്നെ ഒരു സംതൃപ്തിയില്ല. അപ്പോൾ എന്താണ് അവിടെ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് ഫോഴ്സ് ചെയ്യപ്പെടുന്നത്? ഈ ഒരു മാരേജിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ആ ഒരു കിട്ടേണ്ട സ്നേഹവും സന്തോഷവും മറ്റുള്ള ആൾക്കാരിൽ നിന്നാണ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് പോയറ്റസ്. അതാണ് ആ ഒരു ലാസ്റ്റ് ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
about how she says now she has to beg for love at strangers' doors and receive that love at least in small changes. ഈ ഫ്രേസസ് ഉണ്ട് അല്ലെങ്കിൽ ഈ ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും ആ ഒരു ഫ്രീഡം, ആ ഒരു ഐഡൻറ്റിറ്റി, അത്രയും ഉള്ളൊരു അവർ ഡിസേർവ് ചെയ്യുന്ന അത്രയും ഒരു ലവ്, കമ്പാഷൻ, ഇതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. മാത്രമല്ല അവരിപ്പോൾ അത് തിരഞ്ഞു നടക്കുകയാണ്. അതാണ് ആ ഒരു തീമാണ് ഈ ഒരു ലൈൻസിൽ ഉദ്ദേശിക്കുന്നത്. So the themes are longing and nostalgia and loneliness and desire for love. സിമ്പിൾസ് ആണെങ്കിൽ ഹൗസ്, ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്നത് ഒരു സിമ്പിളാണ്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഹോം, ബിലോങ്ങിങ്, സേഫ്റ്റി ആൻഡ് കണക്ഷൻ. ഒരു സമയത്ത് തോന്നിയിരുന്ന ആ ഒരു സംരക്ഷണവും സ്നേഹവും സന്തോഷവും, അതൊക്കെയാണ് ഹൗസ് എന്നൊരു സിംബലിസം ആയിട്ട് വരുന്നത്. അതുപോലെ ആ ഒരു ഇരുട്ട്, നമ്മൾ പറഞ്ഞു ഡാർക്ക്നെസ്, അതും ഒരു സിമ്പിളാണ്. അത് കാണിക്കുന്നത് ഇപ്പം നഷ്ടപ്പെട്ടു പോയത് ആ ഒരു അമ്മുമ്മയുടെ ആ ഒരു സ്നേഹവും അതിലൂടെ വന്നൊരു വാംത്തും അതെല്ലാം നഷ്ടപ്പെട്ടു. ആ ഒരു നഷ്ടപ്പെടലിനെയാണ് ആ ഒരു ഡാർക്ക്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് എൻ്റെ സിമ്പിളായിട്ട് വരുന്നത്. ആൻഡ് ടു ടോക്ക് അബൌട്ട് ദ ഫോം, ഇറ്റ്സ് എ 16-line stanza, free verse, no rhyme scheme or meter, and it is run on lines. കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ലൈൻസാണ്. അപ്പോൾ നമുക്ക് പറയാം ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻസിലൂടെ ആ ഒരു രീതിയിൽ ഇത് എത്രമാത്രം കൺഫെഷണലാണ്. കാരണം ഇങ്ങനെ റൺ ഓൺ ലൈൻസ് പറയുമ്പോഴേക്കും നമുക്ക് ഇതൊരിക്കലും ഒരു തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ ആണ് തോന്നുന്നില്ല. ഇത് വളരെ നാച്ചുറലായിട്ട്, വളരെ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിൽ വളരെ നാച്ചുറലായിട്ടാണ് പോയറ്റസ് പറയുന്നത്. പോയറ്റസിൻ്റെ തന്നെ ഒരു തോട്ട് പ്രോസസ്സാണ്, ഒരു ഫീലിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മാത്രമല്ല കമലാദാസിൻ്റെ എല്ലാ പോയട്രിയും ഈ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ കൺഫെഷണൽ ടോൺ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഷീ ഈസ് നോൺ ആസ് ദി പോയറ്റസ് ഓഫ് ഫെമിനിൻ സെൻസിബിലിറ്റി. ടോക്കിംഗ് മോർ അബൌട്ട് ദി ഇൻജസ്റ്റിസ് ആൻഡ് പെർസിക്യൂഷൻ ഫേസ്ഡ് ബൈ ഇന്ത്യൻ വിമൻ, love, sex and marriage are the predominant theme of almost all her poems. And we can see the same in this poem as well. So this is a very short analysis of the poem My Grandmother's House. Do like the video and share your interpretation as well. And if you are new to the channel, do subscribe as well. Thank you.